Hello everyone, happy Canada Day to all the Canadians who are watching this. സോ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാർട്ട് ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഹോളിഡേ മൂഡിലാണ്. ഫാമിലിയിൽ നമ്മുടെ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ് ഇന്ന് ഇരിക്കുന്നത്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നത്. സോ ഇന്ന് എൻ്റെ ഒരു ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്നോട് ടെക്സ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, മെലിന, ഞാൻ നിങ്ങളുടെ ലൈവ് വീഡിയോ ഇന്നലെ കണ്ടു, പക്ഷേ ഐ ഫീൽ ലൈക്ക് ഐ എം നോട്ട് എ സോഷ്യൽ മീഡിയ പേഴ്സൺ. എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ പറ്റുമെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലെ തന്നെ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാനും. ഇപ്പം എൻ്റെ ഒരു 3 വർഷത്തെ മുമ്പുള്ള ഒരു വീഡിയോയോ പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഐ വാസ് നോട്ട് ദിസ് കോൺഫിഡൻറ്റ് ടു ടോക്ക് ഇൻ ടു ദ ക്യാമറ. അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിങ്ങൾ ബാക്കിലേക്ക് പോയാൽ അറിയാം, ഞാൻ ഇങ്ങനെയുള്ള ഒരാളെ ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഒരാളെ ഇല്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ എൻ്റെ കൂടെ ലൈവ് വരുന്ന ഓരോ വ്യക്തികളും, അവരാരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകളൊന്നും അല്ലായിരുന്നു. ദ തിങ് ഈസ്, നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് ആ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ കിട്ടുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസാണ്. അത് ഫ്രീ പ്ലാറ്റ്ഫോംസാണ്. നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യാനോ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ യൂട്യൂബ് യൂസ് ചെയ്യാനോ ഒന്നും ആർക്കും കാശ് കൊടുക്കുന്നില്ല, അല്ലേ? നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോംസാണിത്. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് നമ്മൾ ലെവറേജ് ചെയ്തു, അതായത് നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള കണ്ടൻറ്റ് ഇട്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ പുറത്തുനിന്ന് ആലോചിക്കുന്നവർക്ക് ഓർക്കും, അയ്യോ, ഈ കണ്ടൻറ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കും, ഇതെങ്ങനെ എനിക്ക് അറിയാൻ പറ്റും? ഇതിനാണ് നമ്മൾ ട്രെയിനിങ് തരുന്നത്. നമ്മുടെ ഈ കണ്ടൻറ്റ് എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോംസിൽ നമ്മൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും, ആ പ്ലാറ്റ്ഫോംസിന് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, റീച്ച് കിട്ടുന്ന രീതിയിൽ എങ്ങനത്തെ ടിപ്സ് നമ്മുടെ കണ്ടൻറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വളരെ എന്താ പറയുക, അമേസിങ് ആയിട്ടുള്ള ട്രെയിനിങ് ആണുള്ളത്. എന്താ പറയുക, വേൾഡിലെ തന്നെ ബെസ്റ്റ് ട്രെയിനിങ്സാണ് നമ്മുടെ ഈ ബിസിനസ് പ്ലാറ്റ്ഫോം തന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ചുമ്മാ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ ചുമ്മാ സ്ക്രോൾ ചെയ്ത് മറ്റുള്ളവരുടെ കണ്ടൻറ്റൊക്കെ കണ്ട് സമയം കളയുന്ന നേരത്ത് നമ്മളാൽ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കണ്ടൻറ്റൊക്കെ ഇട്ട് നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് നമുക്ക് അതിൽ നിന്നൊരു 100, 200, 300, $1000 നമുക്ക് കിട്ടിയാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഡെബ്സ് നമുക്ക് എല്ലാവർക്കും കൺസ്യൂമബിൾ ഡെബ്സ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരാണ്, അല്ലേ? നമുക്കറിയാം, നമുക്ക് ക്രെഡിറ്റ് കാർഡിലൊക്കെ പേയ്മെൻ്റ് ഒക്കെ ഉണ്ടാവും, യൂട്ടിലിറ്റി ബിൽസ് ഉണ്ടാവും, മോർഗേജ് പേ ചെയ്യാനുണ്ടാവും. ഇതിലേക്കൊക്കെ നമുക്കൊരു ചെറിയ എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ ചെയ്താൽ വാട്ട് ഡു യു തിങ്ക്, ഇസ്ന്റ് ഇറ്റ് അമേസിങ്, അല്ലേ? നമ്മുടെ ആ ഒരു ഫാമിലി ഇൻകത്തിലേക്ക് ഒരു എക്സ്ട്രാ ഫ്യൂ ഹൺഡ്രഡ്സോ ഫ്യൂ തൗസൻഡ്സോ ഡോളേഴ്സൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാലും, ബിക്കോസ് ദിസ് ബിസിനസ് ഹാസ് സച്ച് എൻ അമേസിങ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഹൺഡ്രഡ്സ് അല്ല, ആക്ച്വലി നമുക്ക് തൗസൻഡ്സിൽ നമുക്ക് ഇൻകം കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. 4 ഫിഗർ, 5 ഫിഗർ, 6 ഫിഗറിലൊക്കെ വരെ എത്താൻ പറ്റും നമുക്ക്. സോ നിങ്ങൾ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കാൻ അറിയാൻ പാടില്ല എന്നൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള എങ്ങനെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ പ്ലാറ്റ്ഫോംസ് എങ്ങനെ ലെവറേജ് ചെയ്യാന്നുള്ള നല്ല അടിപൊളി ട്രെയിനിങ്സാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എല്ലാത്തിലുപരി സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ആസ് എ കോച്ച് ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. അങ്ങനെ എൻ്റെ സപ്പോർട്ട് കൂടിയാണ് എൻ്റെ കൂടെ കാണുന്ന ആ ബിസിനസ് പാർട്ട്നേഴ്സൊക്കെ ലൈവിൽ വന്ന് തുടങ്ങിയത്. അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് അവരെ കൊണ്ടുവന്ന ശേഷമാണ് അവർ ഒറ്റക്കൊക്കെ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് അവർക്ക്, ആ ഒരു കറേജ് അവർക്ക് കിട്ടിയത്. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കോച്ച് ഉണ്ടാവും, ഒരു അമേസിങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾക്ക് ആ ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ മനസ്സ് ഉണ്ടാവണം. നല്ലൊരു വൈ ഫാക്ടർ ഉണ്ടാവണം. ലൈക്ക്, വൈ ആം ഐ ഡൂയിങ് ദിസ്, ഫോർ വാട്ട് ആം ഐ ഡൂയിങ് ദിസ് ബിസിനസ്. എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് എനിക്കും ചെയ്യണം, അങ്ങനെയല്ല. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ടാവണം. നിങ്ങളുടെ മക്കളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർഗേജ് അടിച്ചു തീർക്കാനാണോ വേഗം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണോ, എന്താണോ റീസൺ, ആ റീസൺ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഈ ബിസിനസ്സിങ് ചെയ്താലും നമുക്ക് അമേസിങ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ദ പീപ്പിൾ ഹു ഐ എം കോച്ചിങ്, ബിക്കോസ് എവറി
person who is committed in this business is seeing the results coming into their അവരുടെ ആ ഒരു ബിസിനസ്സിൽ റിസൾട്ട്സ് കണ്ട് അവരുടെ ലൈഫ് കൂടുതൽ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ആസ് എ പേഴ്സൺ അവർ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ് ഹാപ്പനിങ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദം ദാറ്റ് ദേ ആർ സോ കോച്ചബിൾ. അവർ വളരെ കോച്ചബിൾ ആയിട്ടുള്ള ആളുകളാണ്. അവർ പോസിറ്റീവായിട്ടുള്ള തിങ്ക് ചെയ്ത് ഈ ബിസിനസ്സിന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ കണ്ട് ഗ്രോ ചെയ്ത് സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ this is an amazing platform, amazing business opportunity. So if you are interested, reach out to me. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യുക. ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. സോ ഇതൊന്ന് ഈ ഒരു കൺസേൺ ഒന്ന് പറയാനാണ് ഞാനിത് ഈ ലൈവിൽ വന്നത്. സോ ഞാൻ പർട്ടിക്കുലർ വ്യക്തിക്ക് ഞാൻ മെസ്സേജ് ഇട്ടു ആൻഡ് ഷി വാസ് സോ ഹാപ്പി ടു സീ മൈ മെസ്സേജ്. So if you are someone who is looking at my videos or my page and seeing that I am such a ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ലല്ലോ, മെലീനയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാനും ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ഷൈ ആണ്, ഒട്ടും തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ലെസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം വേണം, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം, ഒരു ട്രാവൽ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ there is possibilities out there and we are there to help you out. So thank you very much, and once more wishing everyone a happy Canada Day. Have a beautiful day everyone. Thank you.